നീ പോഡ്കാസ്റ്റ് എന്ന് പറയും, ഞാൻ ഓണം എന്ന് പറയും, നീ ഓട്ട് എന്ന് പറയും. എന്നിട്ട് 1 2 3 പോഡ്കാസ്റ്റ് കൊണ്ടു. അങ്ങനെ IPL നാലാമത്തെ മത്സരമായ ലക്നൗ ഡൽഹി മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. സോ കളിക്കുമ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് മാച്ച് 2020 കാണുന്നത്. കൂടുതൽ മാച്ച് വൺ സൈഡഡ് മാച്ച് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ബാറ്റിങ്ങിന് ഡോമിനേറ്റ് ചെയ്യുന്നൊരു മത്സരങ്ങളാണ് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഒരു മത്സരത്തിന് വ്യത്യാസമുണ്ടായി. കാരണം ബാറ്റേഴ്സിന് മാത്രമല്ല ബോളേഴ്സിനും ഷൈൻ ചെയ്യാനുള്ള രണ്ട് ടീമിനും വളരെ മികച്ച രീതിയിൽ തന്നെ ബോളർമാർക്കും പ്രാധാന്യമുണ്ടായിരുന്നു. സോ നമുക്ക് കളി നോക്കുകയാണെങ്കിൽ തന്നെ ടോസ് ഡൽഹിക്കായിരുന്നു. സോ ഡ്യൂ ഫാക്ടറൊക്കെ കണക്കെടുത്തിട്ടായിരിക്കണം ഡൽഹി ബോളിംഗ് തിരഞ്ഞെടുത്തത്. സോ നിശ്ചിത ഓവറിൽ ലക്നൗ 209 റൺസാണ് എടുത്തിട്ടുള്ളത്. വിത്ത് ലോസ്റ്റ് ഓഫ് 8 റൺസ്. എടുത്ത് പറയുന്നതിൽ മാർഷിൻ്റെ 72 റൺസ്, നിക്കോളസ് പൂരൻ്റെ 75 റൺസ് ആൻഡ് മില്ലൻ്റെ അവസാനത്തെ ഓവറിൽ 27 റൺസ് നോട്ട് ഔട്ട്. സോ ഈ ഒരു മൂന്നുപേരുടെയും മികച്ച ഇന്നിങ്സ് തന്നെയാണ് 209 എന്നൊരു സ്കോറിലോട്ട് എത്തിച്ചത്. നമ്മളെല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു നമ്മൾ ലക്നൗ ഓപ്പൺ ചെയ്തത്. വളരെ മികച്ച രീതിയിൽ തന്നെ റൺ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. തുരുതുര നല്ല അഗ്രസീവ് ഷോട്ടായിരുന്നു. പക്ഷേ പവർ പ്ലേയിൽ കുറച്ചുകൂടി ഒന്നും പിടിമുറുക്കാനായിട്ട് നമ്മുടെ ബോളേഴ്സിന് സാധിച്ചു. എസ്പെഷ്യലി സ്പിന്നേഴ്സിന് കുൽദീപ് 2 വിക്കറ്റ് എടുത്തു, 20 റൺസ് വഴങ്ങിയിട്ട്. അതുപോലെ തന്നെ സ്റ്റാർക്ക് 3 വിക്കറ്റ് എടുത്തു. സോ വളരെ മികച്ചൊരു ബോളിംഗ് പവർ പ്ലേ അല്ലെങ്കിൽ കൂടി മിഡിൽ ഓവേഴ്സ് അതിനുശേഷമുള്ള ഓവേഴ്സ് വളരെ മികച്ച രീതിയിൽ തന്നെ ഇവർ ബോൾ ചെയ്യുകയും സോ അങ്ങനെ തന്നെ ഇവർ 209 സ്കോറിലോട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാനും ഡൽഹി ബോളേഴ്സിന് സാധിച്ചു. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഡൽഹിയുടെ ഹയസ്റ്റ് ചേസിങ് ടാർഗറ്റാണ് ഇന്നത്തെ 210 റൺസ്. സോ ഡൽഹിയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ 211 റൺസാണ് എടുത്തിട്ടുള്ളത്. ലോസ്റ്റ് ഓഫ് 9 വിക്കറ്റ്സ്. ഒരു വിക്കറ്റിനാണ് ഡൽഹി ഇന്നത്തെ മത്സരം ജയിച്ചിട്ടുള്ളത്. എടുത്ത് പറയുന്നത് നമ്മുടെ അശുതോഷിൻ്റെ 66 റൺസ്, അൺബീറ്റൻ 66 റൺസ്. വളരെ മികച്ച ഒരു രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ ബാറ്റ് ചെയ്തത്. പുള്ളിക്കാരൻ ബാറ്റിംഗ് പറയുകയാണെങ്കിൽ തന്നെ തുടക്കത്തിൽ ഭയങ്കര സ്ലോ സ്റ്റാർട്ട്. കാരണം 66 റൺസ് എന്ന നിലയിലായപ്പോഴാണ് ഡൽഹിക്ക് വേണ്ടി അശുതോഷ് ഇറങ്ങിയത്. സോ ഒരു പുള്ളി സാധാരണ ഫിനിഷിംഗ് റോളായി നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇവിടെ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടിയിരുന്നു. പക്ഷേ പുള്ളി അതിൻ്റേതായ രീതിയിൽ വളരെ മികച്ച രീതിയിൽ തന്നെ പുള്ളിക്കാരൻ കളിച്ചു. ഭയങ്കര സ്ലോ ആൻഡ് സ്റ്റഡി കളി അവസാനത്തേക്ക് കൊണ്ട് എത്തിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ നിലനിർത്തി ശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് റൺസ് ഒരുപാട് സ്ലോ ആയിട്ട് പോകുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ദീപരാജ് നിഗം വന്നത്. പുള്ളിക്കാരൻ്റെ 39 റൺസ്. വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരൻ ബാറ്റ് ചെയ്തത്. സോ ആ ഒരു അറ്റാക്ക് ചെയ്ത് കളിച്ചതോടുകൂടി നമ്മുടെ അശുതോഷിന് കുറച്ചുകൂടി എളുപ്പമായി ഫൈനൽ ഓവേഴ്സിൽ റണ്ണ് കുറച്ചുകൂടി ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ട്. പിന്നെ എടുത്ത് പറയുകയാണെങ്കിൽ സ്റ്റബ്സിൻ്റെ 32 റൺസ്. പിന്നെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ഓവർ തന്നെ 2 വിക്കറ്റ് പോയി. അങ്ങനെ നിന്ന് ഭയങ്കരമായിട്ട് മൂക്കുകുത്തി വീഴുന്ന സമയത്ത് ഡൂപ്ലസിയും അക്സറിനും ചേർത്ത് നിൽപ്പു ഈ ജയത്തിന് എടുത്തു പറയേണ്ട ഘട്ടം തന്നെയാണ്. ഡൂപ്ലസിയുടെ 29 റൺസും അക്സറിൻ്റെ 22 റൺസും. സോ ഇത്രയും ബാറ്റേഴ്സിനെ പറയാൻ കാരണം ഇവർ എല്ലാവരും ഒരു ക്രൂഷ്യൽ ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്. കുൽദീപ് യാദവാണ് ശരി, ഒരു ബൗണ്ടറി, എല്ലാം വാല്യുബിൾ റൺസ് തന്നെയായിരുന്നു ഡൽഹി വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ. പിന്നെ നമുക്ക് ബോളിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ ലോർഡ് ഷാർദുൽ താക്കൂർ 2 ഓവറിൽ 2 വിക്കറ്റ് എടുത്തു. പക്ഷേ അതിനുശേഷം പിന്നെ താക്കൂറിനെ എറിയിപ്പിച്ചില്ല എന്നുള്ളത് നമ്മുടെ ലക്നൗവിനൊരു തിരിച്ചടി തന്നെയാണ്. അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ 2 വിക്കറ്റ്, അതുപോലെ ദിഗ്വേഷിന് 2 വിക്കറ്റ്, രവി ബിഷ്ണോയ്ക്ക് 2 വിക്കറ്റ്. സോ ബോളിംഗ് വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ലക്നൗ വരുന്നത്. പക്ഷേ ഷാർദുൽ താക്കൂറിൻ്റെ 2 ഓവർ മാത്രമേ എറിയിപ്പിച്ചുള്ളൂ എന്നുള്ളത് ഈ തോൽവിക്കൊരു കാരണമാണെന്നൊക്കെ പറയാം. പണിയൊന്നുമില്ല പറയാനായിട്ട്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം അവസാനത്തെ 45 ബോളിൽ ഡൽഹി അടിച്ചു കൂട്ടിയത് 110 റൺസാണ്. സോ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് കളി ഡൽഹി അവസാനിപ്പിച്ചത്. സോ ഇങ്ങനത്തെ ഒരു കോൺടെസ്റ്റ് കണ്ടിട്ട് കുറച്ച് കാലമായി തന്നെയായി. ഈ അടുത്തൊന്നും എനിക്ക് ഓർമ്മയില്ല ഇങ്ങനത്തെ കോൺടെസ്റ്റ് നടന്നതായിട്ട്. സോ വളരെ മികച്ച ഒരു കോൺടെസ്റ്റ് തന്നെയായിരുന്നു ഇന്നത്തെ ലക്നൗ ഡൽഹി മത്സരം. സോ വരുന്ന മത്സരങ്ങൾ ഇതുപോലെ കുറച്ച് ത്രില്ലിംഗ് ആയിക്കട്ടെ, വൺ സൈഡഡ് ആവാതെ കുറച്ചുകൂടി നല്ല ത്രില്ലിംഗ് മാച്ചസ് ആയിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.